ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ രേണുവിനെ എനിക്കറിയത്തില്ല. രേണുവിനെ സത്യം ഞാൻ ഇപ്പോഴും പറയും. ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഓരോ കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നതല്ലാതെ ഇല്ല. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവന് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും നെഞ്ചോടെ അടക്കുന്നത് എപ്പോഴും പറയും എൻ്റെ സൂചേട്ടൻ്റെ മോനെ, എൻ്റെ മൂത്ത മോനെ. നമസ്കാരം. അങ്ങനെ കിച്ചുവിന്റെ യഥാർത്ഥ അമ്മ രംഗത്ത്. നിങ്ങൾ ഞെട്ടിക്കാണും. യഥാർത്ഥ അമ്മ ഇന്ദു രംഗത്ത്. നിങ്ങൾക്കറിയാം കിച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞ ശാലിനിയാണ് അല്ലെ. ശാലിനി മരിച്ചുപോയ ശാലിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കിച്ചുവിന്റെ അമ്മ. പക്ഷെ ഇപ്പോൾ ഒരാള് ശാലിനി പ്രസവിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഞാനാണ് യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ദു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എന്തായാലും ഈ ചാനലിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കും. അതായത് നമ്മുടെ വീണയുടെ പിന്നെ ഇന്റർവ്യൂ നടന്ന അതേ ചാനലാണ്. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, പോയി കാണുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വട്ടം നമ്മുടെ താജുദ്ദീന്റെ പിന്നെ വീഡിയോയ്ക്കകത്ത് ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ശാലിനി പിന്നീട് ശാലിനി ഈ പറയുന്ന സ്തുതിയുമായി പിണങ്ങി പോയതിനു ശേഷം ഈ പറയുന്ന 4 വയസ്സുള്ള കിച്ചുവിനെ നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം അവരാണ് വളർത്തിയത്. ആ അമ്മ എന്ന് പറയുന്ന അമ്മയാണ് ഇന്ദു. അവരാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അവര് പറയുന്ന സംഭവങ്ങൾ കുറച്ച് രേണുവിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ വൈകാരികമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ശാലിനി അവൻ്റെ അമ്മയാണ്, 100% സത്യമാണ്. അല്ല വേറെ ആരുമല്ല അവൻ്റെ അമ്മ. ഈ ശിഖയല്ല, ഈ വീണയല്ല, ശാലിനി തന്നെയാണ് അവൻ്റെ അമ്മ. പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ശാലിനി പ്രസവിച്ചൊരു കടമ ശാലിനിക്കുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞേ, നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയാം. നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട. അപ്പൊ ഇനിയിപ്പം ഇത് കാണുന്നവര് ചോദിക്കും, നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി? ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഇരുന്നടി? നിനക്ക് ഇത്രയും നാൾ എന്തോ അടി തിരക്കാത്തെ? അങ്ങനെയല്ല. ഞാൻ ആ കുഞ്ഞിനെ നോക്കി 3-4 വർഷം കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ തന്നെ പറഞ്ഞു, കുഞ്ഞെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവാം. കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു, അവനെ പഠിപ്പിക്കണം. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലോ വന്നാൽ പോകണം. അപ്പോൾ എനിക്ക് അവനെ ഉള്ള കാലം ഇപ്പോൾ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നീയും വളർന്നു വരുന്നു, നിനക്കും കല്യാണപ്രായമായിരുന്നു വരുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ സുചേട്ടൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചേട്ടൻ ആ സത്യം പറയൂ. അല്ല ചങ്ക് പറിച്ചു കൊണ്ടുപോകും. അറിയാലോ, ഒരു 4 വയസ്സ് വരെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന നമ്മളാരും പറഞ്ഞു തരണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ അവനെ അടക്കി വളർത്തിയ. പോകുന്നതിൻ്റെ അന്ന് സ്ഥാനമൊക്കെ മാറ്റിയിട്ട് സുചേട്ടൻ പൊട്ടിക്കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് സുചേട്ടൻ പറഞ്ഞ്, എടാ ഞങ്ങൾക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു. ശരി സുചേട്ടൻ പോയി വാ, സന്തോഷമായിട്ട് വാന്ന് പറഞ്ഞ്. മനസ്സിലായോ? അതായത് ഇത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ശാലിനി പോയതിനു ശേഷം വളർത്തിയ, അതായത് കിച്ചുവിനെ നോക്കിയ ഒരു 3-4 കൊല്ലം നോക്കിയ ഒരു സ്ത്രീയാണ്. പേര് ഇന്ദു എന്നാണ്. അപ്പം അവർ പറയുന്നത്, ഞാനാണ് ശാലിനി പ്രസവിച്ചതേ ഉള്ളൂ, ഞാനാണ് അമ്മ. അതിപ്പം അങ്ങനെ തന്നെ ആയിരിക്കാം. ആ ഒരു മാതൃത്വം കാണും. കാരണം കൊച്ചിലേ അല്ല, നമുക്ക് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് തന്നെ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിക്കും. പെറ്റമ്മയെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് സ്നേഹം, അല്ലെങ്കിൽ എന്റെ മോളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആ കൊച്ചിനാണ്. അത് വളർത്തുമ്പോഴേ, അതായത് ഒരു 4 വയസ്സായ ഒരു കൊച്ചിനെ വളർത്തുക എന്ന് പറയുമ്പോഴേ, അവരെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് വളർത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മമത, ഒരു ഇഷ്ടം, ഒരു അമ്മ എന്നൊരു സ്നേഹം അവരിൽ ഉണ്ടാവും. അതേ ഒരു സ്നേഹത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു സംഭവം പറയുന്നത്. ഇനി അടുത്ത ഇവര് ഈ പറയുന്ന ആരെക്കുറിച്ച്, രനാസുനെ കുറിച്ച് പറഞ്ഞ സംഭവം കൂടി കേൾക്കാം. വേദനിക്കുന്നതും കിച്ചുവിനോർത്തായിരിക്കും. കാരണം ഇന്ന് അവന് അമ്മയില്ല, അച്ഛനില്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവന് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും നെഞ്ചോടെ അടക്കുന്നത് എപ്പോഴും പറയും, എൻ്റെ സൂചേട്ടൻ്റെ മോനെ, എൻ്റെ മൂത്ത മോനാ. എനിക്ക് ആരോടും പറയാം എൻ്റെ മൂത്ത മോനാണ്. പക്ഷെ മൂത്ത മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അവരറിയണം. കൊച്ചിപ്പോൾ 5-6 ആയ സമയത്ത് ചെന്ന് കെട്ടിയിട്ട് ഇതെൻ്റെ മോനാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവനെ വളർത്തേണ്ട രീതി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളിക്കാരിക്കായാലും കൂടെ നിർത്തിയിട്ട്, ഇപ്പം ഞാൻ ആക്ഷേപിക്കുന്നില്ല കേട്ടോ, ഇനിയിപ്പോൾ ഇതിനെ കമൻറ്റ് വരുമായിരിക്കും, എന്നാലും ഞാൻ പറയേണ്ട കാര്യം പറയാം. എന്തായാലും ഈ കുട്ടിക്കും അവരുടെ ആ കുട്ടിക്കും വേണ്ടിയിട്ടാണല്ലോ അവർ വീട് വെച്ച് കൊടുത്തത്. അപ്പം അതിനും തുല്യമായിട്ട് അവിടെ നിൽക്കേണ്ടല്ലേ? അപ്പോൾ അവരെ സഹായിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്നും മനസ്സ് വെച്ചാൽ ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കാമായിരുന്നില്ലേ, അവർക്ക് പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്നിട്ട് അവർ പറയാൻ എന്ത് എൻ്റെ മോനാണ് ഇല്ലേ? അതെ. അപ്പോ രനാസുനെ ഈ ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഇന്ദു എന്ന് പറയുന്ന സ്ത്രീക്ക് രനാസുനെ അറിയത്തില്ല.
അവർ തന്നെ പറയുന്നുണ്ട് ഈ യൂട്യൂബിൽ കിടന്ന് കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന കിച്ചുവിനെ ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തതായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഒന്നെന്താ ചേർത്ത് പിടിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണ്, നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. ഈ പറയുന്ന നല്ല വാക്കെന്ന് പറയുമ്പോഴോ ഈ നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോഴേ എന്റെ ഋതപ്പനെയും കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പിന്നീട് ഈ പറയുന്ന കിച്ചുവിനെയാണ്, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ മറ്റുള്ള ഈ പറയുന്ന പലരിടത്തും രണാസുന പറയുന്ന അല്ലെങ്കിൽ കിച്ചുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ആരെക്കുറിച്ച് താങ്കൾ ഈ പറയുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് പറയുന്നതും ക്യാമറ ഓഫ് ആകുമ്പോൾ താങ്കൾ പറയുന്നതൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് അവർക്ക് ആ ഒരു സ്നേഹം നമ്മൾ അങ്ങനെ തള്ളി പറയുകയോ അല്ലെങ്കിൽ ഇപ്പൊ എവിടെ നിന്ന് പിന്നെ മുട്ടിട്ട് വീണു ഇപ്പൊ ഈ ഒരു അമ്മ സ്നേഹം എങ്ങനെ വന്നു എന്നൊന്നും പറയണ്ട. കാരണം ആ ഒരു പ്രായത്തിൽ ഒരു 4 വയസ്സായ ഒരു കൊച്ചിനെ, അപ്പൊ ഇവർ വിവാഹം കഴിച്ചില്ല, കൊച്ചു പെണ്ണായിരുന്നു. അപ്പോ ഒരു 3-4 കൊല്ലം ആദ്യമായിട്ടൊരു ഒരു പൊടി കൊച്ചിനെ ഒരു 3-4 കൊല്ലം നോക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരുമ്പോൾ ഒരു മാതൃത്വം അല്ലെങ്കിൽ ഒരു സ്വന്തം മകനെ പോലെ കണ്ടുപോകും. അത് ഇവർ മാത്രമല്ല, ഈ ഒരു സ്ത്രീ മാത്രം ആരായാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കിച്ചുവിന് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഒരു സ്നേഹവും കാണും. കിച്ചു അന്ന് ചെറുതായത് കൊണ്ട് ആ ഒരു ഓർമ്മ കാണത്തില്ല. ഇപ്പം കിച്ചുവിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു പറയാം. അതുകൊണ്ട് തന്നെ ഇവർ ഈ കരയുന്നതൊക്കെ കള്ളക്കരച്ചിലാണെന്നോ വെറുതെ ആണെന്നൊന്നും ആരും കരുതണ്ട. നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യമായിട്ട് അതായത് ഇവര് അത്രയ്ക്ക് ചെറുപ്പമായിരുന്ന സമയത്താണ് ഈ കിച്ചുവിനെ കൈ കിട്ടുന്നത്. ഏതാണ്ട് 4 വയസ്സ് മുതൽ ഏതാണ്ട് 7 വയസ്സ് വരെ ഇവർ നോക്കി, സ്വന്തം മകനെ പോലെ. എന്നുവെച്ചാൽ ഈ പറയുന്ന സുധി ഓരോ പ്രോഗ്രാമിന് പോകില്ല, അപ്പൊ ഇവര് തന്നെയാണ് പിന്നീട് മകനെ പോലെ പാല് കൊടുക്കുകയും ആഹാരം കൊടുക്കുകയും കൂടെ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാതൃത്വം അല്ലെങ്കിൽ ആ ഒരു മകൻ എന്നുള്ള ഒരു സ്നേഹം അവരിൽ കാണുമെന്നുള്ളതാണ്. ഇനി ബാക്കി തീർച്ചയായിട്ടും സഹോദരി തന്നെയല്ല, സഹോദരിയാണ്. അത് ശിഖയ്ക്കറിയാം, അവളോട് ചോദിച്ചാൽ മതി. ശിഖയ്ക്കറിയാം ഞാൻ ആരാന്ന്. ശിഖയോട് ചോദിച്ചാൽ, ഇന്ന് ശാലിനി ജീവിച്ചിരിപ്പില്ല, ശാലിനിയോട് ചോദിച്ചാൽ ശാലിനിയും പറയും ഞാൻ ആരാണെന്ന് സൂചേട്ടന്. പിന്നെ അപ്പൊ ചോദിക്കും രേണുവിനെ എനിക്ക് അറിയത്തില്ല. രേണുവിനെ സത്യം ഞാൻ ഇപ്പോഴും പറയും, ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഓരോ കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നതല്ലാതെ എനിക്ക് രേണു സുധിയെ നേരിട്ട് അറിയില്ല. നേരിട്ട് ഞാൻ രേണു സുധിയെ കണ്ടിട്ട് പോലുമില്ല. അത് പക്ഷേ ഈ ശാലിനിയും ശിഖയും ഞാൻ ഇങ്ങനെ നേർക്ക് നിന്ന് സംസാരിച്ച് ഒരു വീട്ടിൽ നിന്നിട്ടുള്ള വ്യക്തികളാണ് ശാലിനിയും ഞാനും ശിഖയും. ഞങ്ങൾ ഒരു വീട്ടിൽ വീണ ഷിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്ക് ഷിക ആരാന്ന്. അത് സൂചേന്റെ 2ാം വൈഫ്, അവളുടെ പേര് വീണ എന്നാണ്. പക്ഷെ എനിക്ക് അറിയാന്നുള്ള ഷിക, അതുകൊണ്ടാണ് ഞാൻ ഷിക എന്ന് വിളിക്കുന്നത്. അവളെ ശരിക്കുള്ള പേര് വീണ എന്നാണ്. അപ്പോ ഈ പറയുന്ന ഈ ശ്രീമലി ഇവര് എന്ത് ചെയ്തു, അത് ഉറപ്പിക്കുന്നുണ്ട്. വീണ തന്നെയാണ് നമ്മുടെ സുധിയുടെ 2ാം വൈഫ് എന്നുള്ളത്. അതുപോലെ ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വീണയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കള്ളം ആവർത്തിച്ച് പറയുന്ന ഈ രണാസുന മാത്രമാണ് കള്ളങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. എനിക്കറിയത്തില്ല, ആദ്യം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു, ഏത് വീണ ഏത് മറ്റത് മറിച്ച് ഇപ്പൊ അറിയാന്ന് പറയുന്നു, ഇനി കെട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെ മിനിറ്റ് ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു കൊണ്ട് നടക്കുന്നത് മറ്റാരുമല്ല ഈ പറയുന്ന രണാസുന തന്നെയാണ്. ഇതിനകത്ത് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശാലിനി അവർക്ക് വ്യക്തമായിട്ട് അറിയാം, പിന്നീട് ഈ പറയുന്ന വീണയെ വ്യക്തമായിട്ട് അറിയാം. ഇവര് 3 പേരായിട്ട് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കഥകൾ പറയുന്നു. നിങ്ങൾ ആ ചാനലിൽ പോയി, ഓൺലൈൻ മലയാളി അങ്ങനെ എന്തോ ആ ചാനലിന്റെ പേര്, പോയി കാണുക. അതുമല്ല പിന്നീട് ഈ പറയുന്ന കിച്ചുവിന്റെ അമ്മയെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇപ്പം വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, അതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചാനലിൽ പോയി കാണുക. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തോളൂ. അപ്പൊ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും പുതിയ അമ്മ വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ സംസാരമൊക്കെ കേട്ടിട്ട് സംസാരമില്ലെങ്കിലും ഒരു കൊച്ചിലെ ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരു 4, 5, 6, 7 വയസ്സ് വരെ എന്ത് ചെയ്ത് പോറ്റി വളർത്തി, വേറെ ആരുമില്ലാതെ ഉണയില്ലാതെ ഒറ്റയ്ക്ക് വളർത്തും. അവർക്ക് ഒരു മമത കാണും. എന്തായാലും രണാസുനയെ കാട്ടി ഒരു മമത കാണും എന്നുള്ളതാണ്. രണാസുനയ്ക്ക് അവനോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതൊക്കെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രമാണെന്ന് പറയാൻ കാരണം അത് വ്യക്തമായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ്. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കുന്നതല്ല. ആ ക്യാമറ ഓഫ് ആകുമ്പോൾ എന്തൊക്കെയാണ് അവനെ കുറിച്ച് പറയുന്നതെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച്, ഈവൻ സുധിയെ കുറിച്ച് അവർ എന്തൊക്കെയാണ് പറയുന്നത് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് നമ്മളെ വിമർശിക്കുന്നത് എന്നും കൂടി നിങ്ങൾ ഓർക്കുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.